സ്വർഗം പ്രത്യാശയുടെ തീരത്തെ സൂചിപ്പിക്കുന്നു. സ്വർഗത്തിൻ്റെ അധിപൻ ദേവാദി ദേവനായ നമ്മുടെ സ്വർഗീയ പിതാവാകുന്നു. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന തുടങ്ങുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവനെ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു എന്ന് സങ്കീർത്തനം 123 പറയുന്നു. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് യോഹന്നാൻ 6:38 പറയുന്നു. ജീവിതത്തിന് ശേഷമല്ല, ജീവിതത്തിലും സ്വർഗത്തെ പറ്റിയുള്ള പ്രത്യാശ ഉണ്ടാവണം. ഹാനോക്കും ഏലിയാവും ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. എന്താണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത? ദൈവം വസിക്കുന്ന സ്ഥലവും ദൂതന്മാരും മാലാഖവൃന്ദവും നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതുമായ സ്ഥലമാണിത്. ദുഃഖമോ ആകുലതയോ പ്രയാസമോ സങ്കടമോ ഒന്നും അവിടെയില്ല. എപ്പോഴും സന്തോഷവും സമാധാനവുമായി ദൈവത്തോടുകൂടി നാം വസിക്കും. ജീവിതത്തിൽ തന്നെ അതിനുള്ള ആരംഭം പ്രാർത്ഥനയും ദൈവവിശ്വാസവുമാണ്. ഒറ്റയ്ക്കായും വിശ്വാസ സമൂഹത്തോട് ചേർന്നും ഉള്ള പ്രാർത്ഥനയും ക്ഷമയും പരോപകാരവും നമ്മെ സ്വർഗത്തോട് അടുപ്പിക്കും. അപ്പോൾ സ്വർഗം താണ് ഇറങ്ങി നമ്മിൽ വരും. ഈ ഗാനത്തിൽ കൂടി അത് വിവരിക്കാം.